ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പീലിമോൾ പനിയായിട്ട് ഹോസ്പിറ്റലിലാണ്, കുഴപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്, നടന്നു പോകാൻ ദൂരമുള്ളൂ കേട്ടോ. 3:30 ആയപ്പോഴേക്കും മകൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മോളുണ്ട്. അപ്പോൾ ഞാൻ പീലിമോളെയും കുഞ്ഞുവാവിനെയും അവരുടെ അടുത്താക്കിയിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ചോറ് വെക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ പോരുന്ന വഴി 1/2 കിലോ കൊഴുവ നത്തോലി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കറി വെച്ചിട്ട് പോകാൻ പറ്റിയ മീനാണ്. കിളിമീനുണ്ടായിരുന്നു, പക്ഷേ അത് 2 ദിവസം മുമ്പ് വാങ്ങിയത് കൊണ്ട് ഞാൻ നത്തോലി വാങ്ങിയിട്ടോ. അങ്ങനെ വന്ന വടി തന്നെ നമ്മുടെ കൊഴുവ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഇതേ ചോറിനുള്ള അരി കുക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ വെട്ടാൻ നിന്നു. ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് കഴുകിട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ കൊഴുവയിൽ ചെതുമ്പലുണ്ടാവില്ല എന്ന് പറയുന്നത്, പക്ഷേ ഉപ്പിട്ട് തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചെതുമ്പലെല്ലാം പോരും കേട്ടോ. അതേ നല്ല ചെതുമ്പലുണ്ടായിരുന്നു. പിന്നെ ഇതേ എൻ്റെ മീൻ വെട്ടുന്ന കത്രിക എവിടെയോ കളഞ്ഞു പോയതല്ല, ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്രിക എടുത്ത് മീനൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കൊഴുവയെ നല്ല സുന്ദരി കുട്ടപ്പത്തിയാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സുന്ദര കുട്ടപ്പത്തിയാണെന്നാണ് കൊഴുവയുടെ വിചാരം, പക്ഷേ നമ്മളിത് തേച്ച് കഴിയുമ്പോൾ അതിൽ ഇഷ്ടംപോലെ നെയ്യ് ഉണ്ടാവും കേട്ടോ. അത് കഴുകിയെടുക്കാനായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇതേ കൊഴുവൊക്കെ വെട്ടിത്തേച്ച് കഴുകിയെടുത്തു. പിന്നെ അടുത്ത പണി ഭാഗം വെക്കലാണ് കേട്ടോ. മോനും മോൾക്കും ഭാഗം വെച്ചു കൊടുക്കാൻ എനിക്ക് പറമ്പൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ. അപ്പോൾ മോളുടെ ഭാഗം എടുത്തിട്ട് വറുക്കാനും മോൻ്റെ ഭാഗം കറി വെക്കാനും എടുത്തു കേട്ടോ. അപ്പോൾ വറുക്കാനുള്ളതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ പുരട്ടി നല്ലപോലെ മാറ്റി വെച്ചതിന് ശേഷം കറി വെക്കാനുള്ളതിലേക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തു. അത് മൂപ്പിച്ചെടുത്തിട്ട് പൊടികളെല്ലാം ചേർത്തു. അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് വിനാഗിരി ഇട്ടിട്ട് നമ്മുടെ കൊഴുവ ഇട്ടു, അടച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള ചോറ് എടുത്തു, മോനുള്ള ചോറും വിളമ്പി വെച്ചു. പിന്നെ ഇതേ നമ്മുടെ റൂമൊക്കെ ഒന്ന് അടിച്ചിടുന്നുണ്ട്. റൂമെല്ലാം അടിക്കുന്നില്ല കേട്ടോ, ഫ്രണ്ടിലെ ഹോൾ മാത്രം അടിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ സന്ധ്യാമുറ്റവും കൂടി ഒന്ന് അടിക്കണം. അപ്പോൾ ഹോളൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഇറക്കി വെച്ചതിന് ശേഷം വറുക്കാനുള്ള പാൻ വെച്ചു. പിന്നെ മസാല പറ്റി വെച്ചിരിക്കുന്ന കൊഴുവെല്ലാം ഇട്ട് കൊടുത്തിട്ടോ. എല്ലാം കൂടി ഒന്നിച്ചിടുകയാണ് ചെയ്തത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ കറി കൊണ്ടുപോകാനുള്ള കറി പാത്രത്തിലേക്കാക്കി. അങ്ങനെ ഓരോന്നോരോന്ന് റെഡിയായി വരുമ്പോഴേക്കും അത് പാത്രത്തിലേക്ക് ആക്കുവാണ് കേട്ടോ. പിന്നെ അതേ നമ്മുടെ സന്ധ്യാമുറ്റം അടിച്ചു. അപ്പോൾ അതേ എൻ്റെ ധൃതി പിടിച്ചുള്ള പണി കണ്ടിട്ട് തൊട്ടടുത്ത വീട്ടിൽ അവർ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ട് ചിരിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മുടെ കൊഴുവ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു, അതും പാത്രത്തിലേക്ക് എടുത്തു. പിന്നെ മോനുള്ളതും വിളമ്പി വെച്ചു കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി സഞ്ചിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതും ബാഗിലേക്കാക്കി. അപ്പോൾ ഇന്ന് റൂം റെഡി ആവണമെങ്കിൽ അകലിൽ നിൽക്കും, ഞാൻ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.